കോതമംഗലത്തെ കാട്ടാന ആക്രമണത്തിന് പിന്നാലെ വന്യജീവി ആക്രമണ ഭീതിയിലാണ് തൃശൂരിലെ വനാതിർത്തി പങ്കിടുന്ന മേഖലകളും. തൃശൂരിൽ 2 കാട്ടാനയും 1 കടുവയും ഇറങ്ങി. അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയായ വെറ്റിലപ്പാറ 14-ലും പാലപ്പിള്ളിയിലുമാണ് കാട്ടാന ഇറങ്ങിയത്. വെറ്റിലപ്പാറയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ആനകൾ ഇറങ്ങിയത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ടോർച്ച് അടിച്ച് കഴിഞ്ഞപ്പോൾ അവൻ നീങ്ങി കൊടുത്തില്ല. അവിടെ നിന്ന് ആ തെങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നീങ്ങി ഈ വാഴ കളഞ്ഞു. പിന്നെ മൊത്തം കളഞ്ഞതിന് ശേഷമാണ് പോയത്. ഇതിനിടയിൽ ഞാൻ ആനേനെ ഓടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആന എന്നെ തിരിഞ്ഞു ഓടിപ്പിച്ചു. എന്നെ കൊല്ലാൻ വന്നു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഓടില്ലാന്നുണ്ടെങ്കിൽ എന്നെ ആക്രമിച്ച് ശരിയാക്കിയാനെ. ഡെയിലി വരാം. പക്ഷേ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം വെച്ച് കഴിഞ്ഞാൽ ഈ ആന വരുന്നത് അക്കരയെന്നാണ്, പുഴയ്ക്കക്കരയെന്ന് വരുന്നത്. പുഴം തീരത്ത് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഈ ആന ഇങ്ങോട്ട് വരില്ല. അത് ചെയ്താൽ മതി. പാലപ്പിള്ളിയിൽ പുലർച്ചെ 4 മണിക്കിറങ്ങിയ കാട്ടാന കൃഷിയിടങ്ങളിൽ നിലയുറപ്പിച്ചു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. കാട്ടാന മാത്രമല്ല പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. പാലപ്പിള്ളിയെ ഭീതിയിലാക്കി കടുവയിറങ്ങിയതും പരിഭ്രാന്തി കൂട്ടി. KFRAയ്ക്ക് സമീപം പ്രദേശവാസികളാണ് കടുവയെ കണ്ടത്. റോഡ് മുറിച്ച് കശുമാവിൻ തോട്ടത്തിലേക്ക് കടുവ ചാടിയതായി പ്രദേശവാസികൾ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായി. ന്യൂസ് 18 തൃശൂർ.